കഴിഞ്ഞയാഴ്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും പഴയ ബിസിനസ് പാർട്ണറുമായ ടിമൂർ മിൻറ്റിഷിന്റെ വീട് അഴിമതി അന്വേഷണ സംഘം വളഞ്ഞിരുന്നു. പക്ഷേ അവർ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ടിമൂർ യുക്രൈനിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. അയാൾ എവിടെയാണെന്ന് ഈ നിമിഷം വരെയും ആർക്കും ഒരു വിവരവുമില്ല. ടിമൂർ ഉൾപ്പെടെയുള്ള സെലൻസ്കിയുടെ വിശ്വസ്തരുടെ സംഘം യുക്രൈൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി ആരോപണത്തിൽ പെട്ടിരിക്കുകയാണ്. കറപ്ഷന്റെ റിംഗ് ലീഡർ ടിമൂർ ആണെന്ന് ഏജന്റുമാർ തറപ്പിച്ച് പറയുന്നു. യുക്രൈൻ സർക്കാർ ഉടമസ്ഥയിലുള്ള എനർജോ ആറ്റം ന്യൂക്ലിയർ പ്ലാന്റിൽ നടന്ന അഴിമതികളുടെ വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏകദേശം $100 മില്യൺ അഴിമതി പെട്ടിരിക്കുന്നത് മുഴുവൻ സെലൻസ്കിയുടെ വിശ്വസ്തർ. ന്യൂക്ലിയർ പ്ലാന്റിലെ കോൺട്രാക്ട് വർക്കുകൾ നൽകുന്നതിന് പകരം കോൺട്രാക്ടർമാർ അവർക്ക് ലഭിക്കുന്ന പണത്തിന്റെ 10 മുതൽ 15% വരെ കിക്ക് ബാക്കായി സെലൻസ്കിയുടെ വിശ്വസ്തർക്ക് നൽകണം. ഓപ്പറേഷൻ മിഡാസ് എന്ന് അന്വേഷണ ഏജൻസികൾ പേരിട്ട ഈ അഴിമതി പുറത്തുവരാൻ തുടങ്ങിയതോടെ സെലൻസ്കി അത് കവർപ്പ് ചെയ്യുവാൻ വ്യാജരേഖകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതായും അന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നു. ഒരുപക്ഷെ അന്വേഷണത്തെ തടയാനോ ആശങ്കയിൽ നിന്നോ ആയിരിക്കും സെലൻസ്കി രാജ്യത്തെ അഴിമതി വിരുദ്ധ ഏജൻസിയെ പിരിച്ചുവിടുന്ന നിയമത്തിൽ ഒപ്പുവെച്ചു. ഇതോടെ ജനം തെരുവിലിറങ്ങി, പ്രതിഷേധ കടലിരമ്പി. കിട്ടിയ അവസരത്തിൽ യുക്രൈനിന്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലേക്ക് തുടരെ റഷ്യ മിസൈലിന്റെ മിന്നലാക്രമണവും നടത്തി. Russian missile strike early today hit an industrial complex that includes a nuclear power plant. At least 6 people have been killed. They're basically going after power infrastructure. അമേരിക്കയുടെ സമ്മർദ്ദത്തിൽ 2015 സ്ഥാപിതമായ നബു എന്ന പേരിൽ അറിയപ്പെടുന്ന നാഷണൽ ആന്റി കറപ്ഷൻ ബ്യൂറോയാണ് പിരിച്ചുവിടാൻ സെലൻസ്കി ശ്രമിച്ചത്. ഒരു ഹൈ ലെവൽ ക്രിമിനൽ ഓർഗനൈസേഷന് സമാനമായ രീതിയിലാണ് എനർജോ ആറ്റമിൽ അഴിമതി നടന്നതെന്ന് ഏജൻസ് പറയുന്നു. 15 മാസത്തിനിടെ 1000 മണിക്കൂർ ഓഡിയോ റെക്കോർഡിങ്ങുകൾ ഇതിനോടകം സമാഹരിച്ചു കഴിഞ്ഞതായി ഏജന്റുകൾ പറയുന്നു. US യുക്രൈൻ ബന്ധങ്ങളിൽ വർഷങ്ങളായി യുക്രൈനിലെ കറപ്ഷൻ ഒരു ഫ്രിക്ഷനാണ്. 2019 യുക്രൈൻ സർക്കാരിന്റെ അഴിമതികളെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ട്രംപ് ഭരണകൂടം യുക്രൈനുള്ള ഏകദേശം $400 മില്യൺ സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. വൈറ്റ് ഹൗസും ഡൊണാൾഡ് ട്രംപും ഇതുവരെയും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ അഴിമതി വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഒരു വിലപേശൽ തന്ത്രമായി ഡൊണാൾഡ് ട്രംപ് ഈ അഴിമതി കുരുക്കിനെ ഉപയോഗിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.